Good morning, everyone. This is our final class for module 4. We're going to look at, we've discussed the basic details of neural networks. Okay, now I'm going to just recap on what we have learned in the last class, and then we will continue with today's lesson. Okay, today basically I'm going to teach you back propagation. In the class, oh, I forgot one thing. Okay, let's do, I told you that I will do the OR gate with you, right? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കും മനസ്സിലാകും നമ്മള് വെയിറ്റ്, ഇനീഷ്യൽ വെയിറ്റ്സ് ഏതാണോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അതേ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഫൈനൽ വെയിറ്റ്സ് ഏതാണെന്നുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ജനറൽ ആയിട്ട് തന്നിരിക്കുന്നത് ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഇൻ ദ ഇൻഡസ്ട്രി. നമുക്ക് ന്യൂറൽ നെറ്റ്വർക്സിൽ ഗേറ്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഗേറ്റ്സ് ആണിത്. ഇത് നമ്മൾ ബൈഹാർട്ട് അടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. Okay, now remember that this is for threshold function. Now threshold function allade nammal logistic function use cheyyuvaanennundengil vera edeyilum function use cheyyuvaanennundengil adananusarichu nammade weights change cheyyum, nammade output change cheyyum. So based on the threshold function aanu ee particular representation nammal kandirikkunnathu. Now they have started with one particular, there is a method for starting with the starting weights innadayirikkanam ennu പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് വെയ്റ്റ്സ് അല്ല, പല സെറ്റ്സ് ഓഫ് വെയ്റ്റ്സ് വിച്ച് സാറ്റിസ്ഫൈസ് എ സർട്ടൺ ക്രൈറ്റീരിയ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് ഈച്ച് ഓഫ് ദീസ് ഗേറ്റ്സ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വെയ്റ്റ്സ്. അപ്പൊ നിങ്ങൾ ചെയ്തപ്പം നിങ്ങൾ 0-യിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, നിങ്ങൾ 0.1-ലോ 0.2-ലോ അങ്ങനെ ഏതിലേലും ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നെങ്കിലും ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല. ബിക്കോസ് ദർ ഇസ് എ റേഞ്ച് ഓഫ് വാല്യൂസ് which can be used to get the right output for each of these gates. Okay, standard IT use the values are either. So that is one thing that you should know. Okay, now I am assuming that ningal 0-ilana start cheythathu. Okay, and gate ningal cheythu nokka, and gate cheythu nokkumbam ningalku outputs endana kittunnathu, inninte kittunna aa weights use cheythu input കൊടുത്തു നോക്കണം. എറർ 0 ആണ്. റിമെമ്പർ, നമ്മൾ ഗേറ്റ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ there is no scope for error. ഓക്കെ, സോ എറർ 0 ആകുന്നിടം വരെയാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ 0-യിൽ സാധാരണഗതിയിൽ പ്രാക്ടിക്കലി നമ്മൾ 0-യിൽ സ്റ്റാർട്ട് ചെയ്യാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് കൺവേർജ് ചെയ്യാനായിട്ട് കൂടുതൽ ഐട്രേഷൻസ് എടുക്കും. ഓക്കെ, ഇപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇൻപുട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക്, എന്നിട്ടും എനിക്ക് മാനുവലി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എക്സൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഓക്കെ, കാൽക്കുലേഷൻ പിന്നെയും ചെയ്യാനായിട്ടുള്ള വാട്ട് ഷൽ ഐ സേ, പേഷ്യൻസ് ഇല്ല എന്ന് വേണം പറയാൻ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് യു കനോട്ട് സേ ദാറ്റ് there is you don't have patience. ഓക്കെ, നൗ ഇത് നിങ്ങൾ let us start with അൽഗോരിതം ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതായി. ഇപ്പൊ ഐ എം ഓൺലി ഗോയിങ് ടു ലുക്ക് അറ്റ് OR ഗേറ്റ്. ഓക്കെ, നമ്മുടെ OR ഗേറ്റിന്റെ ഇൻപുട്സ്, look at this, how I've done the table. What I've done is the first column is the iteration. So I got 4 iterations before my error was 0. Okay, last column ആണ് error. Error എങ്ങനെ calculate ചെയ്യുന്നത്? 1/s, where s is the number of samples, so it's 1/4 in our case. Sum of j is equal to 1 to 4, absolute value of the difference between the desired output and the actual output. Okay, absolute value. Okay, now ഇതാണ് നമ്മുടെ എറർ. ഓക്കെ, സോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഐ സ്റ്റാർട്ടഡ് വിത്ത് ദ വെയ്റ്റ്സ് 0. സോ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അൽഗോരിതം പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലൈസ് ടു 0 ഓർ സം സ്മോൾ റാൻഡം വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ ഗിവ് യു എ സജഷൻ. സേ ഈക്വൽ സ്മോൾ റാൻഡം വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ വി നോ ദി ഓർ അൽഗോരിതം. അപ്പൊ എന്തിനാണ് നമുക്ക് 1 കിട്ടേണ്ടത്? അതിനെ പോസിറ്റീവ് വാല്യൂസും മറ്റേതിനെ നെഗറ്റീവ് വാല്യൂസും ആണ് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്നത്. ബട്ട് ഈവൻ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് 0, യു വിൽ കൺവേർജ് ചെയ്യും ടു ടേക്ക് മോർ ടൈം. ഓക്കെ, നൗ 0 ആണ് ഞാൻ എല്ലാത്തിനെയും ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻപുട്ട് x0 എന്ന് പറയുന്നത് ബയസ് ടേം, സോ അതെല്ലാം 1 ആണ്.
ഓക്കെ, ആദ്യത്തെ 4 മാത്രം നമുക്ക് ഇപ്പൊ നോക്കാം. 1 ആണ്. പിന്നെ നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 0 0 1 1 0 1 1 x1 ഉം x2 ഉം അതാണ് നമ്മുടെ ഇൻപുട്ട്. ഡിസയർഡ് ഔട്ട്പുട്ട് ഓർ ഗേറ്റ് ആണല്ലോ, അപ്പം എവിടെയെങ്കിലും ഒരു 1 ഉണ്ടെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1 ആണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് 0 0, the output is 0, desired output is 0. So D is the desired output and it is 0 for 0 0 and 1 for all the other combinations. Okay, പിന്നത്തെ ഈ കോളം x എന്ന് പറയുന്ന ഈ കോളം എന്ന് പറയുന്നത് is the sum, the weighted sum of the inputs. So it is equal to W0 x0 plus W1 x1 plus W2 x2. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നതാണ്. നിങ്ങൾ ഒരു ന്യൂറോണിലേക്ക് ഏതൊക്കെ ഇൻപുട്സ് ആണോ വരുന്നത് ആ ഇൻപുട്സ് അതിന്റെ വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുന്നതാണ് ആക്ച്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അതാണ് എൻ്റെ ഈ എക്സ് എന്ന് പറയുന്നത്. ഈ എക്സിനെയാണ് ഞാൻ ത്രെഷോൾഡ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്. സോ അവർ ത്രെഷോൾഡ് ഫംഗ്ഷൻ ഇസ് ദാറ്റ് ഇഫ് ദർ ഇസ് എനി വാല്യൂ which is greater than 0, then it will be 1. Okay, all other values will be 0. So ഈ particular കേസിൽ നമുക്ക് greater than 0 അല്ല, greater than 0 അല്ലാത്തത് കാരണം നമ്മുടെ ഔട്ട്പുട്ട് 0 തന്നെയാണ്. ഇവിടെയും greater than 0 അല്ല, so output is 0. Okay, ഇവിടെ greater than 0 ആണ്, അതുകൊണ്ട് എൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. ഇവിടെയും greater than 0 ആണ്, so എൻ്റെ ഔട്ട്പുട്ട് 1 ആണ്. So all these 4 x values I am calculating based on these weights. അപ്പം 1 by 1 ആണ് നമ്മൾ ചെയ്യുന്നത്. So ആദ്യത്തെ iteration in the first epoch. Okay, so ആദ്യത്തെ ഫസ്റ്റ് എപ്പോക്ക് ആണ് ഈ 1 1 1 1 എന്ന് പറഞ്ഞ് ഞാൻ ടേം ചെയ്തിരിക്കുന്നത് 1 epoch ആണ്. All the training data sets are given as input once. Okay, എന്നിട്ട് അതിന് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വീണ്ടും വെയിറ്റ്സിനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ടൈം വീണ്ടും ആ സെയിം, നമ്മുടെ കേസിൽ സെയിം ഇൻപുട്ട്. ലാർജ് ഡേറ്റാ സെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സെയിം ഇൻപുട്ട് കൊടുക്കണമെന്നില്ല, വേറൊരു സബ്സെറ്റ് ഓഫ് അവർ ഇൻപുട്ട് ഡേറ്റാ സെറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഓരോ ഐട്രേഷനെയാണ് നമ്മൾ എപ്പോക്ക് എന്ന് വിളിക്കുന്നത്. That's important to remember the term. Okay, so what I have done, ആദ്യത്തെ കേസിൽ we have the weight 0 0 0 ൽ സ്റ്റാർട്ട് ചെയ്തു. The inputs are bias term 1 and 0 0. Desired output is 0. ഇതിൽ നിന്നും ഞാൻ x കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആക്ച്വൽ ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, and then based on that actual input I am giving the actual input to the activation function and I got the output 0. Okay, now the desired output over here is 0 and the actual output over here is 0. Desired output 0 ആണ്, actual output 0 ആണ്. So d minus y എന്ന് പറയുന്നത് 0 ആണ്. Okay, and the absolute value of that is also 0. Okay, now ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത്. അതുകൊണ്ട് നോക്കിക്കേ, നമ്മുടെ വെയിറ്റ്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. Okay, only if we have not got the right output the weights will be adjusted. So in the second, for the second input also in the first iteration on the first epoch there is no change in the weight. In second input നമ്മൾ എടുക്കുന്നു. So second input we have got x0 1, x1 0 and x2 1. Here the desired output is 1. Okay, പക്ഷേ ഈ ഇൻപുട്സ് യൂസ് ചെയ്ത് 0 weights ആണ്. So obviously the x value will be equal to 0. x 0 ആണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് 0 ആണ്, പക്ഷേ my desired output was 1. So 1 minus 0 is equal to 1. Absolute value is 1. Okay, that means നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ റിസൾട്ട് വന്നത്. സോ ഇവിടെ ഒരു എറർ ഉണ്ട്. ഓക്കെ, ഇവിടെ എറർ ഉണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ്സിനെ എങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്? പ്രീവിയസ് വെയിറ്റ് ദാറ്റ് ഇസ് 0 പ്ലസ് d minus y 1 into the x0 value for w0. And that same thing into x1 value for w1. So x0 into 1 ആയത് കാരണം നമുക്കിപ്പോൾ വെയിറ്റ് 1 ആയി. ഓക്കെ, പക്ഷെ ഇവിടെ x1 0 ആയത് കാരണം അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല, 0 തന്നെ. ഓക്കെ, ഇപ്പുറത്തെ സൈഡിലും x2 1 ആയതുകൊണ്ട് വെയിറ്റ് ഹാസ് ബിക്കം 1. അങ്ങനെ വെയിറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്തു ബേസ്ഡ് ഓൺ ദി എറർ ഇൻ ദ പ്രീവിയസ് iteration, previous input. Okay, ഇനി ഈ വെയിറ്റ്സ് വെച്ചിട്ട് I am doing for the same thing again. I am doing for the next set of input.
That is 1 1 0. എന്നിട്ട് my desired output was 1. എനിക്ക് കിട്ടിയ ഔട്ട്പുട്ടും 1 ആണ്. So y is equal to 1. ഇവിടെ d minus y ഔട്ട്പുട്ടിന് ഡിഫറൻസ് ഒന്നുമില്ല, അതുകൊണ്ട് വെയിറ്റ്സിനും ഡിഫറൻസ് ഒന്നും ഉണ്ടാവത്തില്ല. വീണ്ടും ഈ വെയിറ്റ്സ് തന്നെ യൂസ് ചെയ്ത് നെക്സ്റ്റ് ഇൻപുട്ട് ഞാൻ ഇൻപുട്ട് ചെയ്തപ്പോഴും എനിക്ക് ഔട്ട്പുട്ടിന് ഡിഫറൻസ് ഒന്നും ഇല്ല, 0 ആണ്. സോ ദർ ഇസ് നോ എറർ. അപ്പൊ ഈ നടുക്കുള്ള ആ ഒരു ടേമിനാണ് 101 എന്ന് പറയുന്ന ഒരു ടേമിനാണ് ഔട്ട്പുട്ട് തെറ്റിയത്. സോ അവർ ടോട്ടൽ എറർ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 out of 4, 0.5 ആണ് നമ്മുടെ എറർ. 0.25 ആണ് നമ്മുടെ എറർ. ഓക്കെ, now our aim is to get 0 error. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിർത്തുന്നില്ല, നമ്മുടെ എറർ aim is 0. സോ നമുക്ക് 0.25 നിർത്തിയില്ല. ഈ സെയിം പ്രോസസ്സ് വീണ്ടും ഈ ഇൻപുട്സ് തന്നെ എടുത്ത് നമ്മൾ സെക്കൻഡ് എപ്പോക്കിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അതെല്ലാം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് 0.5 ആണ്. ഇപ്പൊ രണ്ട് സംഭവം തെറ്റിപ്പോയി. ഓക്കെ, വീണ്ടും നിർത്തുന്നില്ല, അടുത്ത എപ്പോക്കിലേക്കും നമ്മൾ വീണ്ടും അത് തന്നെ ചെയ്യുന്നു, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്തപ്പം നമുക്ക് again we have got 1 error. സോ വീണ്ടും 0.25ലേക്ക് പോയി. ബട്ട് നമ്മുടെ വെയിറ്റ്സ് ഹാവ് ചേഞ്ച്. നേരത്തെ വെയിറ്റ് വാസ് 011, ഇപ്പൊ വെയിറ്റ്സ് 111, സോറി 011 ആയി. നേരത്തെ 101 ആയിരുന്നു, 0.25 ആയിരുന്നു. സോ വെയിറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഈ വെയിറ്റ് ആയി. ഇനി ആ വെയിറ്റ് വെച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഒരു എപ്പോക്കും കൂടെ ചെയ്യുന്നത്, ബിക്കോസ് അവർ എയിം ഇസ് 0 എറർ. അടുത്ത എപ്പോക്ക് ചെയ്യുമ്പോഴത്തേനും വി ആർ ഗെറ്റിംഗ് all the inputs are giving us the right outputs. Okay, so here we stop. Okay, so nammade threshold function with initial weights as 0 gives us the final weights 0 1 1 for the weight adjustments. 4 എപ്പോക്കിലൂടെ നമുക്ക് ഔട്ട്പുട്ട് എക്സാക്ട്ലി ആവശ്യമുള്ളത് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെയിറ്റ്സ് 0ക്ക് പകരം വേറെ ഏതെങ്കിലും വെയിറ്റ്സ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ കൺവേർജ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് സ്റ്റെപ്സും കാണും, ആൻഡ് ഫൈനൽ കൺവേർജൻസ് തരുന്ന ഔട്ട്പുട്ടും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്കിൽ നോർമൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയസ് എപ്പോഴും നെഗറ്റീവും ബാക്കി വെയിറ്റ്സ് ഒക്കെ പോസിറ്റീവും ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറ്. ഓക്കെ, സോ ആൻഡ് ഡിഫറെന്റ് വെയിറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ബയസിന് ഒരു ലെസർ വെയിറ്റും മറ്റുള്ള വെയിറ്റുകൾക്ക് ഇച്ചിരി ഹയർ വെയിറ്റുകളും ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, സോ ആ രീതിയിലായിരിക്കും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് തന്നെ. നമുക്കൊരു ദാറ്റ് ഇസ് എക്സ്പേർട്സിന് ഒരു ഐഡിയ ഉണ്ടാവും ദാറ്റ് ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. എന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ഗോട്ട് ക്വിക്കർ കൺവേർജൻസ്. ഇത് മാത്രമല്ല, there are different methods. അത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാരണം ഞാൻ അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓക്കെ, സോ ഹിയർ വി കൻ സ്റ്റാർട്ട് വിത്ത് 0. ഈ നമ്മുടെ കേസിൽ ഒരു 4 ഐറ്ററേഷനിൽ 5 ഐറ്ററേഷനിലൊക്കെ കൺവേർജ് ചെയ്യും. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ വെയിറ്റ്സ് ബൈഹാർട്ട് അടിച്ചു വെക്കുക, എന്നിട്ട് ആ വെയിറ്റ്സിന്റെ ക്ലോസ് ആയിട്ടുള്ള വെയിറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പെട്ടെന്ന് കൺവേർജ് ചെയ്യും. ഓക്കെ, സോ ദിസ് വാസ് how to do. നിങ്ങൾക്ക് ബാക്കി ഗേറ്റ്സും ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റെ ഓർമ്മയെ ശരിയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 മാർക്ക് ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം, അതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ദിസ്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മുടെ ബ്രെയിനിനെ ബേസ് ചെയ്താണ് മോഡൽ ചെയ്തിരിക്കുന്നത്. ഓരോ നമ്മുടെ ബ്രെയിനിൽ ഒത്തിരിയും സെല്ലുകൾ ഉള്ളത് പോലെ തന്നെ they are called neurons. Okay, so നമ്മുടെ സിസ്റ്റത്തിലുള്ള ഓരോ യൂണിറ്റിനെ, സിംഗിൾ യൂണിറ്റിനെ ന്യൂറോൺ എന്നാണ് വിളിക്കുന്നത്. ഒരു ന്യൂറോണിൽ നിന്ന് വേറൊരു ന്യൂറോണിലേക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു ന്യൂറോൺ ആക്ടിവേറ്റ് ആകപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡിന് മുകളിലായിട്ടുള്ള വാല്യൂ ആണെങ്കിൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ചെറിയ സ്റ്റിമുലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസ് ആക്ടിവേറ്റ് ആകാറില്ല. ബ്രെയിൻ സെൽസിന് ഒരു ത്രെഷോൾഡ് ഉണ്ട്, ആ ത്രെഷോൾഡിന് മുകളിലാണെങ്കിലാണ് ആക്ടിവേറ്റ് ആകുന്നത്. 2 രീതിയിൽ ആക്ടിവേഷൻ ഉണ്ട്. ഇൻഹിബിറ്ററി ആക്ടിവേഷനും ഉണ്ട്, എക്സൈറ്റേറ്ററി ആക്ടിവേഷനും ഉണ്ട്. പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എക്സൈറ്റേറ്ററി ആക്ഷൻ ആണ് വരുന്നത്. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സപ്രസ് ആണ് ചെയ്യേണ്ടത്, ഇൻഹിബിറ്ററി ആക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, സോ ബ്രെയിൻ അത് സ്റ്റഡി ചെയ്ത് നേരത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുന്നതിനനുസരിച്ചാണ് ഇൻഹിബിറ്റ് ആണോ ചെയ്യേണ്ടത്, സോറി എക്സൈറ്റ് ആണോ ചെയ്യേണ്ടത്, ഇൻഹിബിറ്റ് ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ഓക്കെ. ഈ ഓരോ പ്രാവശ്യം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചെയ്തു നോക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ 2-3 പ്രാവശ്യം ഒരു കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് ലേൺ ചെയ്ത് വെക്കും. അപ്പം 4-ാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ 5-ാമത്തെ പ്രാവശ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് മച്ച് ഈസിയർ ആൻഡ് ക്വിക്കർ ഫോർ us than if we are doing it for the first time. Okay, that is called the learning process. ഓരോ പ്രാവശ്യവും നമ്മുടെ ബ്രെയിനിലെ സെൽസ് ഈ ഇൻഹിബിറ്ററി ഓർ എക്സൈറ്റേറ്ററി സിഗ്നൽസിനെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. പല സിറ്റുവേഷനിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോഴാണ് ആ ബ്രെയിൻ സെൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് പ്രോസസ് ഇൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഇസ് കോൾഡ് ദി ലേണിംഗ് പ്രോസസ്. അപ്പൊ ഈ ലേണിംഗ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പൊ നേരത്തെ കണ്ടല്ലോ, വെയ്റ്റ്സിനെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ എപ്പോക്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് പെർഫെക്ഷനിലേക്ക് എത്തിച്ചത്. ദാറ്റ് ഇസ് കോൾഡ് ദി ലേണിംഗ് ഓർ ട്രെയിനിങ് പ്രോസസ്. ഓക്കെ. നൗ ഈ ഓരോ ലെയേഴ്സിനും എല്ലാ ബ്രെയിൻ സെൽസും ഒരേ ആക്ഷൻ അല്ല എടുക്കുന്നത്. ഓക്കെ, ഇത് മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എല്ലാ സിറ്റുവേഷനിലും ഒരേ ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലവെന്റ് ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ അവർ ഡേറ്റ സെറ്റ് ആൻഡ് വി ഷുഡ് നോ വാട്ട് വി വാണ്ട്. എന്നെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ദേ ആർ കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ഓർ activation function. Okay, so multiple times layersilooda pass ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, now what is the characteristics of artificial neural network? 3 കാര്യങ്ങളാണ്. ഒന്ന്, ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ടാവും. ഈ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് കിട്ടുന്ന ഇൻപുട്ട് ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. നെറ്റ്വർക്ക് ടോപ്പോളജി കാണും. ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ലെയേഴ്സ് ഉണ്ടാവണം. ഓക്കെ, നമ്മളിപ്പോ ഓർ ഗേറ്റിന്റെ അത് സിംഗിൾ ന്യൂറോണെ ബേസ് ചെയ്തിട്ടാണ് ഓർ ഗേറ്റ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്. ദാറ്റ് ടൈം ഇറ്റ്സെൽഫ് ഐ ടോൾഡ് യു ദാറ്റ് പെർസെപ്ട്രോൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീനിയർലി സെപ്പറബിൾ ഡേറ്റ ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്രാഫേൽ അത് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഒരു ലൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഇന്നതാണ് സീറോസ് ഇന്നതാണ് വൺസ് എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ ബൗണ്ടറി വരയ്ക്കാനായിട്ട് പറ്റണം. അത് വരയ്ക്കാൻ പറ്റുന്നില്ലാത്ത കേസ് ആണെങ്കിൽ പെർസെപ്ട്രോൺ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വി വിൽ നീഡ് മോർ കോംപ്ലിക്കേറ്റഡ് ആർക്കിടെക്ചർ. ഓക്കെ, സോ സിംഗിൾ ന്യൂറോണെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പെർസെപ്ട്രോണിന്റെ ടോപ്പോളജി. ഓക്കെ, ബാക്കി എല്ലാം മോർ ദാൻ വൺ ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കുകളും ആർ കോംപ്ലക്സ് നെറ്റ്വർക്ക്സ്. Okay, so there will be an input layer, there will be output layer, and there will be one or more hidden layers. If there is only one hidden layer, then it is a shallow network. If there are more than one hidden networks, hidden layers, then it goes into complex networks or deep neural networks. Okay, now deep neural network അല്ലെങ്കിൽ deep learning എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ആണ്. Okay, so we are not discussing it over here. Just ഒന്ന് പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല. Okay, there are a lot of disadvantages for the traditional artificial neural network, its activation functions and all those things. So അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. Normally it is used for complex data sets, to model complex data sets. Okay, ഇത് രണ്ടും കൂടാതെ we also have the training algorithm. In the method use ചെയ്തിട്ടാണ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. Now normally നമ്മൾ what we are going to learn and ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ഇവൻ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ കോൺസെപ്റ്റ് ആണ്. ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോറിതം എന്ന് പറയും. Okay, gradient descent algorithm, the one which I am going to teach you, is ideal case. ഈ ഗ്രേഡിയന്റ് ഡിസെന്റിൽ തന്നെ ഒരിക്കലും ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഉള്ളത് കാരണം തന്നെ ഇറ്റ് ഇസ് നോട്ട് ഈസി ടു, ഞാൻ ഈ പറയുന്ന രീതിയിൽ അത് പെർഫെക്റ്റ് കർവിലേക്കൊന്നും വരത്തില്ല.
Okay, so അതിനെയൊക്കെ മറികടക്കാനായിട്ട് വേറെ പല methods. Okay, so these are the 3 characteristics of artificial neural network. Now, as I told you in network topology, നമ്മുടെ ടാസ്കിന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച് എത്ര ലെയേഴ്സ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിൽ there will be an input layer, an output layer and one hidden layer. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കോംപ്ലക്സ് ബൗണ്ടറീസ് നമുക്ക് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ then we require deeper networks. Okay, so we have number of layers ആണ് ടോപ്പോളജിയുടെ കോംപ്ലക്സിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. വാട്ട് ഇസ് ദ ഇൻപുട്ട് ലെയർ? ഇൻപുട്ട് ലെയർ വളരെ സിമ്പിൾ ആണ്. എത്ര ഫീച്ചേഴ്സ് ആണോ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നോഡ്സ് ഉണ്ടാവും നമ്മുടെ ഇൻപുട്ട് ലെയർ. ഔട്ട്പുട്ട് ലെയറും വളരെ സിമ്പിൾ ആണ്. എത്ര ഔട്ട്പുട്ട്സ് ക്ലാസ്സസ്, സപ്പോസിങ് ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്ലാസ്സസ് ആണോ ഉള്ളത് ഓരോ ക്ലാസ്സിന് വേണ്ടി നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, സിംഗിൾ വാല്യൂ ആണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഒറ്റ നോഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി ഔട്ട്പുട്ട്സ് വി റിക്വയർ we will have that many nodes in the output layer. Okay, now in between how many layers we have is decided by the complexity of our application. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതേ ബേസ് ചെയ്തിരിക്കും എത്ര ഹിഡൻ ലേയേഴ്സ് നമുക്ക് വേണമെന്നുള്ളത്. The general concept is that hidden layers കൂടുന്നതിനനുസരിച്ച് more complex ആയിട്ടുള്ള ഡേറ്റാ സെറ്റ്സിനെ നമുക്ക് മോഡൽ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓർത്തോണം, കോംപ്ലക്സിറ്റി കൂടുമ്പം നമുക്ക് ട്രെയിനിങ് പ്രോസസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും കോംപ്ലക്സിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. Okay, so we are going to look at simple layers. കാരണം ഞാനിത് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് മാത്രമാണ് ചെയ്യുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ട്രാവൽ. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ കണ്ടു പെർസെപ്ട്രോൺ. പെർസെപ്ട്രോൺ കണ്ടപ്പോൾ തന്നെ നമ്മൾ മുമ്പിലേക്ക് പോകുന്നുണ്ട്, ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഔട്ട്പുട്ടെ ബേസ് ചെയ്ത് വീണ്ടും നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വീണ്ടും മുമ്പോട്ട് പോവാണ്. ഇത് നമ്മൾ ചെയ്ത് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ വെയിറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ അതിന് തന്നെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദർ ആർ 2 ഡയറക്ഷൻസ്. ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്കും ഉണ്ട്, ഫീഡ്ബാക്ക് ഉള്ള നെറ്റ്വർക്കും ഉണ്ട്. ഓക്കെ, ഫീഡ്ബാക്ക് ഉള്ള നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേനും becomes a little bit more complex, but at the same time the output will be better. ഫീഡ് ഫോർവേഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയൽ ആൻഡ് എററിൽ ഇങ്ങനെ വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം പോവുക. എത്ര എറർ ഉണ്ട് അതേ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ഹൗ മച്ച് വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നു. സോ പെർസെപ്ട്രോണിൽ കണ്ടപ്പോഴും ഈവൻ ദോ വി ആർ ലുക്കിംഗ് അറ്റ് ഹൗ ഡിഫറെന്റ് ഇറ്റ് ഇസ് ഫ്രം ദി ഔട്ട്പുട്ട്, നമ്മൾ ഓരോ സ്റ്റെപ്പിലും 0യും 1ഉം അത് ജംപ്സ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ എപ്പോഴും നമുക്ക് വേണ്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 1 എന്നായിരിക്കണം എന്നില്ല. അപ്പൊ ആ കേസുകളിലാണ് കൂടുതലും നമ്മൾ റിക്കറന്റ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നത്. റിക്കറന്റ് നെറ്റ്വർക്ക്സ് 2 ഡയറക്ഷനിലും ഫ്ലോ ചെയ്യും. 2 ഡയറക്ഷനിലും ഫ്ലോ ചെയ്യുമ്പോൾ റിമെമ്പർ ദാറ്റ് ഇസ് മോർ കോംപ്ലെക്സ് ആൻഡ് this kind of recurrent neural networks are normally used in deep neural networks and they are still under research. അപ്പോൾ പഠിച്ചുകൊണ്ടായിരിക്കുന്നത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഇതൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നമ്പർ ഓഫ് നോട്ട്സ് ഇത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു എന്താണ് നമ്പർ ഓഫ് നോട്ട്സ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ട്രെയിനിങ് അൽഗോരിതം നേരത്തെ പറഞ്ഞു, ഓൾറെഡി പെർസെപ്ട്രോൺ റൂൾ എന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഡിഫറൻസ് ഇൻ ദി ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നില്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളൊരു റൂൾ അങ്ങ് ഫിക്സ് ചെയ്തിരിക്കും. അതിനെയാണ് പെർസെപ്ട്രോൺ റൂൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ ലീനിയർലി സെപ്പറബിൾ ഡേറ്റ. If the data is not linearly separable, then we use the delta rule. ഈ ഡെൽറ്റ റൂൾ ആണ് ഇനി ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ദ കോമൺലി യൂസ്ഡ് അൽഗോരിതം ഇസ് ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം. Now, if I want to adjust the weights, I do this adjustment based on what is the error. ഈ എററിനെ എത്രയാണ് എന്ന് കാണിക്കുന്നതിനാണ് we are using cost function. Now, cost function is also called loss function എന്ന് വിളിക്കാം, loss function എന്ന് വിളിക്കാം, objective function എന്ന് വിളിക്കാം, scoring function എന്ന് വിളിക്കാം, error function എന്നും വിളിക്കാം.
Okay, so whatever term is being used, നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. എത്രയാണ് എറർ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സം ഓഫ് സ്ക്വയർ എറേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ലാർജ് വാല്യൂസ്, സം ഓഫ് സ്ക്വയർസ് എന്ന് പറയുമ്പോൾ ലാർജ് വാല്യൂസ് കിട്ടും. ഈ ലാർജ് വാല്യൂസിനെ കർട്ടെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ സ്ക്വയർ എറേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ മീൻ സ്ക്വയർ എറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സ്ക്വയർസിന്റെ അത്രയും, സമ സ്ക്വയർസിന്റെ അത്രയും ലാർജ് വാല്യൂസ് ആയിരിക്കത്തില്ല, നമുക്ക് സ്മോളർ വാല്യൂസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു യൂസ് സ്ക്വയർ സം ഓഫ് സ്ക്വയർ എറേഴ്സ്. ഈ കേസിൽ now what I am going to explain, there are different error functions. We can change the error functions depending on our application. എന്താണ് ബാക്ക് പ്രൊപ്പഗേഷൻ? ആദ്യം നേരത്തെ പോലെ തന്നെ ഇനീഷ്യലി റാൻഡം ആയിട്ട് സ്മോൾ വാല്യൂസ് ഓഫ് വെയ്റ്റ്സ് അസൈൻ ചെയ്യും. ഓക്കെ, റിമെമ്പർ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ഇനീഷ്യൽ വെയ്റ്റ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേറെ വേറെ ഇനീഷ്യൽ വെയ്റ്റ്സ് എടുത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ആൻസർ ചെക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇൻപുട്ട് നമ്മൾ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് തരും. ഓക്കെ, നൗ ഫസ്റ്റ് ഇനീഷ്യലി വെയ്റ്റ്സ് അസൈൻ ചെയ്യുക. എന്നിട്ട് റിപ്പീറ്റ് ഐറ്ററേറ്റീവ്ലി അൺടിൽ ദ സ്റ്റോപ്പ് ക്രൈറ്റീരിയ. നമ്മൾ സ്റ്റോപ്പ് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റോപ്പ് ക്രൈറ്റീരിയ ആവുന്നിടം വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. ഓക്കെ, ഈ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് എപ്പോക്ക് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ട്രെയിനിങ് ഡേറ്റ സെറ്റിലേക്ക് കൂടെ ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ഒരു എപ്പോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു എപ്പോക്കിൽ തന്നെ നമുക്ക് ഫോർവേഡ് ഫേസും ഉണ്ട്, ബാക്ക്വേർഡ് ഫേസും ഉണ്ട്. ഫോർവേഡ് ഫേസ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പെർസെപ്ട്രോണിക് കണ്ട പോലെ തന്നെ മുന്നോട്ട് നമ്മൾ പോവുക. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ടോട്ടൽ ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുത്തു, അടുത്ത ലെയറിലേക്ക് കൊടുത്തു. അതിൻ്റെ അകത്തും ഓരോ ന്യൂറോണിന്റെയും ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്തു, ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തു, അടുത്ത ലെയറിലേക്ക് കൊടുത്തു. അങ്ങനെ ഔട്ട്പുട്ട് ലെയർ വരെ മുന്നോട്ട് പോകുന്നതിനാണ് ഫോർവേഡ് ഫേസ് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. ഈ ടാർഗറ്റ് ഔട്ട്പുട്ടും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ലെയേഴ്സ് ഉണ്ടോ ആ ഓരോ ലെയേഴ്സിലേക്ക് 1 by 1 ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ബാക്ക്വേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നിടം വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് എപ്പോക്സ് ഫിക്സ് ചെയ്തിട്ട് അത്രയും ടൈംസ് ഐറ്ററേഷൻസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നിർത്താം. അതല്ലെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെയിറ്റ്സ് വളരെ ഡെൽറ്റ വാല്യൂ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഫൈനലി വെയിറ്റ്സ് ആർ അഡ്ജസ്റ്റഡ്. ഓക്കെ, ഗ്രേഡിയന്റ് ഡിസെന്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്താണ് ഗ്രേഡിയന്റ് ഡിസെന്റ്? ഓക്കെ, ലുക്ക് അറ്റ് ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ എക്സ് ഹൊറിസോണ്ടൽ ആക്സസ്, എക്സ് ആക്സസിൽ വെയിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് വൈ ആക്സസിൽ എറർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ദി എറർ ഔട്ട്പുട്ട് ഓഫ് ദി എറർ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതിൽ നമുക്ക് കാണാം നമ്മുടെ വെയിറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ എറർ കൂടുകയോ കുറയോ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോ ഇനീഷ്യലി നമ്മൾ റാൻഡം ആയിട്ടാണല്ലോ വെയിറ്റ് ഫിക്സ് ചെയ്യുന്നത്. സോ വി കനോട്ട് എക്സ്പെക്ട് ദാറ്റ് കറക്റ്റ് ആയിട്ട് മിനിമത്തിൽ നമ്മൾ എത്തുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോർമൽ ആയിട്ട് നമ്മളൊരു നമ്മുടെ ഡേറ്റ സെറ്റിൽ കൂടുതൽ എറേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എറർ ഫംഗ്ഷൻ ഇങ്ങനെ ഒരു കേർവ് ആയിരിക്കും. ഓക്കെ, ഈ കേർവിൻ്റെ അകത്ത് നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു പോയിന്റ് ഡാർക്ക് ആയിട്ട് കാണുന്ന ആ ബ്ലാക്കിലായിരിക്കും നമ്മുടെ ഇനീഷ്യൽ വെയിറ്റ്സിലുള്ള എറർ എന്ന് പറയുന്നത്. നമ്മുടെ എയിം ഇസ് നമുക്ക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഏറ്റവും മിനിമം എറർ എവിടെയാണോ അങ്ങോട്ട് വേണം പോകാനായിട്ട്. അപ്പൊ സ്റ്റെപ്സിൽ ദാറ്റ് സ്റ്റെപ്സ് ഇസ് കോൾഡ് ലേണിംഗ് റേറ്റ്. ഓക്കെ, സോ ലേണിംഗ് റേറ്റ് നമ്മൾ ഈറ്റ ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. ലേണിംഗ് റേറ്റും അഡ്ജസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഭയങ്കര ഹൈ ലേണിംഗ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓസിലേഷൻസ് ഒക്കെ നമുക്ക് ഈ പോയിന്റ് നേരെ അപ്പുറയോട്ട് ഇവിടെയോട്ട് ചിലപ്പോൾ ചാടിയെന്നിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് എത്താനായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തായിരിക്കും നമ്മൾ മിനിമത്തിലേക്ക് എത്തുന്നത്. ഒത്തിരി ടൈം എടുത്തിട്ടായിരിക്കും ട്രെയിനിങ് നടക്കുന്നത്. അതുകൊണ്ട്
ഫസ്റ്റ് ആദ്യം നമുക്കൊരു ലാർജ് സ്റ്റെപ്പ് എടുത്തിട്ട് ലേൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി കുറെ ലേൺ ചെയ്തു. വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ ക്ലോസ് ടു ദ മിനിമം. സോ അടുത്ത പ്രാവശ്യം ഈറ്റ എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻ എ റേഷ്യോ ടു ദി ഏർലിയർ ഈറ്റ. ഓക്കെ, സോ ഒരു 1/3 ഓഫ് ദി ഏർലിയർ ഈറ്റ നമ്മൾ കുറച്ച് അതായിരിക്കും നമ്മുടെ ലേണിംഗ് സ്റ്റെപ്പ്. ആസ് വി കം ക്ലോസർ ടുവേർഡ്സ് ദ മിനിമം ഓർ ആസ് ദി നമ്പർ ഓഫ് എപ്പോക്സ് ഇൻക്രീസസ് the learning rate will decrease, so that oscillate ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് മിനിമത്തിലേക്ക് എത്താൻ വേണ്ടി. This is called the gradient descent algorithm, and our aim is to reach the minimum error. Okay, ഈ മിനിമം എറർ എത്തുമ്പോഴാണ് ആ വെയിറ്റ്സ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ യു സി ഇവിടെ ബ്രോഡ് ആയതുകൊണ്ട് തന്നെ പല വെയിറ്റ്സ് വിൽ ഗിവ് യു ദി റിക്വയർഡ് ഔട്ട്പുട്ട്, almost required out. Okay, so now let's look at an algorithm, an example. Okay, ഒരു സിമ്പിൾ നെറ്റ്വർക്ക് ആണ്. 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഒരു ഹിഡൻ ലെയറും മാത്രമുള്ള ഒരു ഇൻപുട്ട് ആണ്. ഈ കാണുന്നത് ബയസ് ആണ്. 1 എന്ന് പറഞ്ഞ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന ബയസ് ടേംസ് ആണ് B1 B2 B3 B4. ഓക്കെ, സോ ഫോർ എളുപ്പത്തിന് വേണ്ടി ഈ ബയസ് ടേംസിന് ഈക്വൽ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് I1 I2 രണ്ട് സാമ്പിളേ ഉള്ളൂ. ഫസ്റ്റ് I1 I2 is 0.05 and 0.10. രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. സോ അതിന്റെ ടാർഗറ്റ് ഔട്ട്പുട്ട് is 0.01 and 0.99. വേറൊരു ഇൻപുട്ടും തന്നിട്ടുണ്ട് 0.25 0.18. അതിന്റെ ടാർഗറ്റ് ഔട്ട്പുട്ട്സ് ആർ 0.23 and 0.79. ഓക്കെ, സോ ഫസ്റ്റ് അൽഗോരിതം പറയുന്നത് എന്തോ, ആദ്യം സ്മോൾ വെയിറ്റ്സിലേക്ക് സ്മോൾ വാല്യൂസിലേക്ക് വെയിറ്റ്സ് എല്ലാം റാൻഡംലി ഇനീഷ്യലൈസ് ചെയ്യുക. സോ ഈ കൊടുത്തിരിക്കുന്ന വെയിറ്റ്സുമായിട്ട് നമ്മൾ റാൻഡംലി ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0.05 ഫസ്റ്റ് ഇൻപുട്ട് 0.10 ആൻഡ് ബയസ് ഇസ് 1 ആൻഡ് ദ ടാർഗറ്റ് ഔട്ട്പുട്ട് ഇസ് 0.01 and 0.99. സോ ആദ്യത്തെ ഐട്രേഷൻ നമ്മൾ എടുക്കുവാണ്. ആ ഫസ്റ്റ് ഇപ്പോക്കിലെ ഫസ്റ്റ് സാമ്പിൾ നമ്മൾ എടുക്കുവാണ്. ഓക്കെ, ഫോർവേഡ് പാസ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, സോ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം H1ലേക്ക് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. H1ലേക്കുള്ള ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഇൻപുട്ട് H1 ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. അതിന്റെ ഔട്ട്പുട്ട് ആണ് ഈ O1ലേക്കുള്ള ഇൻപുട്ട്. ഓക്കെ, അങ്ങനെ ഓരോ ഹിഡൻ ന്യൂറോണിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് എത്താൻ. Okay, so what is the activation function? ഇവിടെ തന്നിരിക്കുന്ന activation function is sigmoid function 1 divided by 1 plus e raised to minus x. Okay, 1 divided by 1 plus e raised to minus x. So output of H1 calculate ചെയ്തു. ഞാൻ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക, ഓൾറെഡി ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. So the output of H1 was 0.59327 and the output of H2 was 0.59689. Okay, activation function, all the activation functions are the same sigmoid function. Okay, അതിന്റെ ഔട്ട്പുട്ടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, സി ഇവിടെ W5 ഉം W6 ഉം ആണ് ആൻഡ് ബയസ് 3 is the weights for output 1. Okay, so H1 ന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും H2 ന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും weighted with W5 and W6 and the bias B3 is therefore O1. So O1 ന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഇൻപുട്ട് ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് ആ ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. സോ ദ ഔട്ട്പുട്ട് is 0.75 and for output 2 it is 0.77. Okay, നമുക്കറിയാം ടാർഗറ്റ് ഔട്ട്പുട്ട് വാസ് 0.01 and 0.99. അപ്പൊ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ സം ഓഫ് സ്ക്വയർ എറേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ സം ഓഫ് സ്ക്വയർ എറേഴ്സിന് കൂടെ 1/2 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മീൻ സ്ക്വയർ എറർ ആക്കി? എന്തുകൊണ്ടാണ്? നമുക്ക് ഇഫ് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഡിഫറൻസ് ഇൻ ദി എറർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദി എറർ ബേസ്ഡ് ഓൺ ഈച്ച് വെയിറ്റ് ആണല്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹൗ ഈച്ച് വെയിറ്റ് ഹാസ് affected the output എന്നുള്ളതാണ് നോക്കുന്നത്. അത് നോക്കാനായിട്ട് we need to find out the derivative of the error
based on each weight. Okay, but derivative കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ ഈ 2 ആണല്ലോ, സ്ക്വയർ എറർ ആണ് നമ്മൾ കാണുന്നത്. സ്ക്വയർ എറർ കാണുമ്പോഴത്തേനും ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ 1/2 2x എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റന്റ് വാല്യൂ അങ്ങ് ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഈ 1/2 കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എറർ കാൽക്കുലേറ്റ് ചെയ്തു. രണ്ട് ഔട്ട്പുട്ടിന്റെയും എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസിങ് ദ മീൻ സ്ക്വയർ വി വിൽ ഗെറ്റ് 0.298371. ഓക്കെ, സോ നൗ ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട്, ഈ എററിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി ഈ ഫോർവേഡ് പാസ് കഴിഞ്ഞു, ഇനി ബാക്ക്വേർഡ് പാസ്. എങ്ങനെയാ ബാക്ക്വേർഡ് പാസ് ചെയ്യുന്നത്? ഈ ആക്ച്വൽ ഔട്ട്പുട്ടും ഈ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസും ഓരോ വെയിറ്റിന് അതിലുള്ള ഇൻഫ്ലുവൻസും കണ്ടുപിടിച്ചിട്ട് വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ദ ഡെൽറ്റ റൂൾ. ഓക്കെ, ബിഫോർ ഐ ഗോ ഫോർവേഡ് ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത് കാണിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. സോ വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ സിഗ്മോയിഡ് ഫംഗ്ഷൻ? ഓക്കെ, ഇതിന്റെ അത് ഡെറിവേഷൻ കാണിച്ചു. ഐ ഡോണ്ട് നീഡ് ടു ഷോ ദിസ്. നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഒക്കെ അറിയാവുന്നതാണ്. എന്നാലും ഇനിയിപ്പോൾ ആരെയും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ പിന്നെ അത് കൺഫ്യൂഷൻ ആവണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു മൈനസ് 1. ഓക്കെ, സോ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് ആണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഉള്ളിലുള്ള ഡെറിവേറ്റീവ് കാണുന്നത്. Okay, so that will become equal to 1 plus e raised to minus x raised to minus 2. അതുകൊണ്ടാണ് 1 by 1 plus e raised to minus x the whole squared is the first derivative. Then we are looking at the inside derivative of 1 plus e raised to minus x. Okay, so അതിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോഴത്തേനും we get e raised to minus x into minus 1. Okay, അങ്ങനെ ഡിറൈവ് ചെയ്ത് e raised to minus x ന്റെ ഡെറിവേറ്റീവും e raised to minus x into minus 1 എന്ന് പറയുന്ന വാല്യൂ ദീസ് സ്ക്വയറിനെ നമ്മൾ രണ്ടാക്കി e raised to minus x minus e raised to minus x എന്നാക്കി. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ. ഓക്കെ, സോ ഇത് ഇങ്ങോട്ട് കയറ്റിയത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇവിടെ ഇല്ല. നൗ വി ഹാവ് ഗോട്ട്, what have we got? This is sigmoid function itself. So we have got s of x and this is 1 minus s of x. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 minus s of x കിട്ടും. സോ ബൈ ഹാർട്ട് ആണ് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ this is how the derivation goes. Derivative of the sigmoid function is equal to the sigmoid function into 1 minus the sigmoid function. Okay, so derivative of any output ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ it will be the output into 1 minus output. Clear? So now we will look at എങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ റൂൾ യൂസ് ചെയ്ത് വെയിറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈറ്റ ഇവിടെ 0.5 ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദി ലേണിംഗ് റേറ്റ് ഇസ് ഈറ്റ. അപ്പൊ എത്ര സ്റ്റെപ്പ് സൈസിലാണ് നമ്മൾ താഴോട്ട് നമ്മുടെ മിനിമത്തിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് ഈറ്റ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ആൻഡ് അപ്ഡേഷൻ ഇസ് ഗിവൺ ബൈ പ്രീവിയസ് വെയിറ്റ് മൈനസ് the learning rate into the derivative of e with respect to each weight. Okay, so ഞാൻ W5 നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ my derivative must be with respect to W5. 6 നെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ my derivative must be with respect to W6. Okay, അങ്ങനെയാണ് ഓരോ വെയിറ്റ്സും നമ്മൾ അഡ്ജസ്റ്റ്. സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം equation ആണ് എല്ലാ വെയിറ്റ്സിനും യൂസ് ചെയ്യുന്നത്. Okay, so this is the next weight is equal to the previous weight minus learning rate into the derivative of e with respect to that particular weight. Okay, so what is derivative of e divided by derivative of w? നമ്മുടെ e എന്തായിരുന്നു? e എന്ന് പറയുന്നത് half of t1 minus out of o1 square plus half of T2 minus out of O2 square. Okay, so ഇതിനെയാണ് with respect to now out of O1 ലാണ് W5 ഉള്ളത്. Okay, so if I am finding the derivative with respect to W5, then we will have with respect to
വേറെ W5 ഉണ്ട്, അതിനെയാണ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പം ഔട്ട് ഓഫ് O1 മാത്രമേ ഉള്ളൂ. സോ ആദ്യം ഈ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ ചെയ്യുമ്പോഴത്തേനും ഡെറിവേറ്റീവ് ഓഫ് 2 ഓഫ് 1/2 ഓഫ് എക്സ് ആണ് ആദ്യം ചെയ്യുന്നത്. സോ 2ഉം 2ഉം ക്യാൻസൽ ആയി t മൈനസ് ഔട്ട് ഓഫ് 1 എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഔട്ട് ഓഫ് 1ന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഔട്ട് ഓഫ് മൈനസ് ഔട്ട് ഓഫ് 1 ആണ്. സോ മൈനസ് ഔട്ട് ഓഫ് 1 ആയതുകൊണ്ട് ഔട്ട് ഓഫ് 1 എന്തോ സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് 1 into 1 മൈനസ് ഔട്ട് ഓഫ് 1 into വാട്ട്, ഇവിടെ W2ന്റെ term എന്ന് പറയുന്നത് ഔട്ട് ഓഫ് H1 ആണ്. സോ ദാറ്റ് into ഔട്ട് ഓഫ് H1. സോ see what we have got is first minus T1 into ഈ minus T1 ഈ ഔട്ട് ഓഫ് T1നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ വരുന്ന മൈനസ് ആണ്. Okay, then we have the sigmoid function derivative, that is out of O1 into 1 minus out of O1, and then W5 has got the term out of H1. So we have got out of H1. Matte term W6 are. So I know derivative it will be 0. It will be get cancelled off because it is not a derivative of W5. And the W6 in എടുക്കുമ്പോൾ out of H1 ആയിരിക്കത്തില്ല ഉള്ളത്, അതിന്റെ term എന്ന് പറയുന്നത് out of H2. So out of H2 ആയിരിക്കും. Okay, so ഇങ്ങനെ we found out the derivative of W5. Now all of these terms are values which are calculatable. Only out of H1 is something which we don't know, we don't have the value of. Other we have to find out. So weight adjust ചെയ്യാനായിട്ട് derivative of the delta E by delta 5 is minus dou E by dou 5. W5 is minus delta O1, that is this value, into output of H1. Okay, ഇത്ര നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ വാല്യൂസ് നമ്മുടെ ഈ ഡെൽറ്റ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. Now we have these, each of these values are calculatable. So നമുക്ക് W5നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആ ഓരോ വാല്യൂം ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ you do for W6, do for B3, then for find delta O2, and then do for W7 and W8 and B4. ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെയർ, ദാറ്റ് ഇസ് ഔട്ട്പുട്ട് ലെയറിൽ നിന്ന് ഹിഡൻ ലെയറിന്റെ വെയ്റ്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോരാ. കാരണം നമുക്ക് വീണ്ടും ഹിഡൻ ലെയറിലേക്ക് ഇൻപുട്ട് കിട്ടിയത് നമുക്ക് ഇൻപുട്ട് ലെയറിൽ നിന്നാണ്, അവിടെ ഉണ്ട് വെയ്റ്റ്സ്. സോ അവിടുന്ന് ഇപ്പൊ ഈ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന വെയ്റ്റ് വാല്യൂസ് ഒക്കെ യൂസ് വീണ്ടും ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. Okay, so now we are finding delta of H1. So now our output inde nammal kandupidichu. Ini the change in delta value of the hidden layer H1 um H2 um kandupidikkanam. Okay, so same as previously, നിങ്ങൾ ഡെറിവേഷൻ കണ്ടുപിടിക്കുക. അതിന്റെ ഫോർമുല ഇതാണ്. ഫോർമുല യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. W1 ഉം W2 ഉം B1 ഉം അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ H2ന്റേതും ചെയ്യുന്നു. W3 ഉം W4 ഉം B2 ഉം അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ എല്ലാ വെയ്റ്റ്സും അഡ്ജസ്റ്റഡ് ആയി. ഓക്കെ, 1 റൗണ്ട് അല്ലെങ്കിൽ ഒരു സാമ്പിളിൽ വെച്ചിട്ട് എല്ലാ വെയ്റ്റ്സും അഡ്ജസ്റ്റ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ തീർന്നില്ല, അടുത്ത സാമ്പിൾ വെച്ചിട്ട് വീണ്ടും ഇതെല്ലാം ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ചെയ്തിട്ട് അടുത്ത ഔട്ട്പുട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന വെയ്റ്റ്സ് വെച്ചിട്ട് സെക്കൻഡ് എപ്പോക്ക് വീണ്ടും ഈ രണ്ട് സാമ്പിൾസ് യൂസ് ചെയ്ത് വീണ്ടും ചെയ്യണം. അങ്ങനെ വി കീപ് ഓൺ ഡൂയിങ് ടിൽ വി റീച്ച് എ പോയിന്റ് വേർ തീരുന്ന പോയിന്റ്. ഒന്നെങ്കിൽ എറർ ഒരു പർട്ടിക്കുലർ ത്രെഷോൾഡിൽ നിന്ന് കുറവായിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ എപ്പോക്ക് നമ്പർ ഓഫ് എപ്പോക്സ് തീർന്നിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് നിർത്താനായിട്ട് എപ്പോക്ക് തീർന്നിരിക്കണം. ഈ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി algorithm for back propagation. Okay, so we continue till the algorithm stops or error is zero. Okay, ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സ്യൂഡോ കോഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. See, now you don't have to learn this by heart. You can write in your own words. Just be careful that the steps are correct. Okay, so M എന്ന് പറയുന്നത് number of layers ആണ്, excluding the input layer.
which is എപ്പോഴും number of layers നമ്മൾ calculate ചെയ്യുന്ന input layer exclude ചെയ്തിട്ടാണ്. Please remember that. Okay, because input layer just എല്ലാ ഇൻപുട്സും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത ലെയറിലേക്ക് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് വേറെ ഒരു ആക്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. Okay, number of neurons in ഒരു particular layer ആണ് nj. xp is the input ആയിട്ട് നമ്മൾ കൊടുക്കുന്ന training sample. tp is the target of that particular training sample. Output is the actual output given by the training by the network. yj is output from the, that is ഓരോ ന്യൂറോണിന്റെയും output from the jth layer of the jth ലെയറിന്റെ ith ന്യൂറോൺ. അപ്പൊ സോ ഒരു ലെയറിന്റെ ഫസ്റ്റ് ന്യൂറോൺ ആണെങ്കിൽ it will be 1 1. ഫസ്റ്റ് ലെയറിന്റെ ഫസ്റ്റ് ന്യൂറോൺ. ഫസ്റ്റ് ലെയറിന്റെ സെക്കൻഡ് ന്യൂറോൺ ആണെങ്കിൽ it will be 1 2. അങ്ങനെ wjik is the connection weight from the kth neuron in the j minus 1th layer, ഒരു ലെയറിൽ നിന്ന് മറ്റേ ലെയർ. സോ jth layer to ith layer ആണ് പോകുന്നത്. സോ ഫ്രം j minus 1th layer to the ith neuron in layer j. ഓക്കെ, ഇതാണ് നമ്മുടെ ലെയർ എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാ. സോ ദിസ് ഇസ് ദ jth layer. സോ j minus 1th ലെയറിൽ നിന്ന് കിട്ടുന്ന ഏത് ന്യൂറോണിൽ നിന്നാണോ ആ ന്യൂറോണിൽ നിന്ന് ഇവിടുത്തെ ith ന്യൂറോണിലേക്ക് ഉള്ള കണക്ഷൻ വെയിറ്റ് ആണ് wjik. And delta is our error, delta value, difference in the error based on that particular weight. Okay, now initialize. ആദ്യം കണക്ഷൻസ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം പ്രസന്റ് ആദ്യത്തെ ഇൻപുട്ട് സാമ്പിൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. അതിന്റെ ഔട്ട്പുട്ട് ടാർഗറ്റ് ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കുക to the network. Pass the input values to the first layer. For every input node in that layer, perform why not എന്ന് വെച്ചാൽ ഓരോ നോഡിന്റെയും ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് അടുത്ത് give it to every neuron. എന്നിട്ട് ആ ന്യൂറോണിന്റെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, സോ ആ ഇൻപുട്ട് ഫംഗ്ഷനിലേക്ക് കൊടുത്തിട്ട് ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് നമ്മുടെ yji എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് we got the output values for each node in that particular layer. Okay, and it is again forwarded till നമുക്ക് ടാർഗറ്റ് കിട്ടുന്നിടം വരെ ആ സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഫോർവേഡ് പാസ് കഴിഞ്ഞു. ഇനി ടാർഗറ്റ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഈ ഔട്ട്പുട്ടും ടാർഗറ്റ് ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ഡെൽറ്റ വാല്യൂ നമ്മൾ ബിക്കോസ് യു യൂസിങ് സിഗ്മോയിഡ് ഫംഗ്ഷൻ ഡയറക്ട്ലി അവർ ആ ഫംഗ്ഷൻ അങ്ങ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുക. ഓക്കെ, സോ ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഓരോ ഹിഡൻ ലെയേഴ്സിനും യൂസ് ചെയ്യുന്നത് ഇതാണ്, ഔട്ട്പുട്ട് ലെയറിന് യൂസ് ചെയ്യുന്നത് ഇതാണ്. സോ ബോത്ത് ഡെൽറ്റാസ് ഹാവ് ബീൻ കാൽക്കുലേറ്റഡ്. ഓക്കെ, സോ ഇഫ് യു ആർ ഫൈൻഡിങ് the difference in the values with respect to the output layer, then this is the equation that you have to use. നേരത്തെ കണ്ടതുപോലെ if you are doing with respect to hidden layer, then this is the equation that you have to use. Okay, എന്നിട്ട് ഡെൽറ്റ വൺസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈറ്റ ഫിക്സ്ഡ് ആണ്. നമ്മൾ ഈറ്റ അനുസരിച്ച് ഈ w അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, വൺസ് ദാറ്റ് ഇസ് ഡൺ നമ്മൾ വീണ്ടും അടുത്ത ഇൻപുട്ട് കൊടുക്കുന്നു. ഇത് ഇങ്ങനെ ഐറ്ററേറ്റീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ടിൽ സ്റ്റെപ്പ് 5 ഒന്നെങ്കിൽ ഔട്ട്പുട്ട് എറർ മിനിമം ആണ്, അതല്ലെന്നുണ്ടെങ്കിൽ സം സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ഹാസ് ബീൻ റീച്ച്ഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഐ കനോട്ട് ഗിവ് യു ടു മെനി ഡീറ്റെയിൽസ് ഓഫ് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇത്രയുമേ ഉള്ളൂ. ഷാലോ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ലെയർ വരെ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഷാലോ ന്യൂറൽ നെറ്റ്വർക്ക്. But complex ആയിട്ടുള്ള applications we require more than one hidden layer, and those are called deep neural networks. Please do not ഇത് കണ്ടിട്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ ചെയ്ത് നോക്കുക, എന്നെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർ 9 മാർക്ക് ക്വസ്റ്റ്യനായിരുന്നു ഇതിന്റെ വെയിറ്റ്സ് അഡ്ജസ്റ്റ്. ചെറിയ നെറ്റ്വർക്ക് ആയിരുന്നു. ആ ചെറിയ നെറ്റ്വർക്കിൽ വെയിറ്റ് ഒരു പ്രാവശ്യം ഒരു ഐറ്ററേഷൻ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം ഉണ്ടായത്.
I hope you have understood. If there are any doubts, please contact me. Thank you.